friends, Assalamu alaikum. Welcome back to our channel. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് സോഫ്റ്റ് ഡോണറ്റ്സിന്റെ റെസിപ്പിയുമായിട്ടാണ്. റെസിപ്പിയിലോട്ടേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോയാലോ. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2.25 കപ്പ് മൈദ ചേർക്കാം. 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം നമുക്ക് സ്പാച്ചില വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ആയതിനു ശേഷം നമുക്ക് സെൻട്രലായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിടാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 3/4 കപ്പ് പാലും കൂടി ചേർക്കാം. ഇപ്പോൾ പാല് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ചായിട്ടാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ കുറച്ച് ചേർത്തതിന് ശേഷം നമുക്ക് സ്പാച്ചില വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് കുറച്ച് ചേർക്കാം. വീണ്ടും നമുക്ക് സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫുൾ പാലും ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്പാച്ചില മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലവണ്ണം കുഴച്ചെടുക്കണം, എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ഡോണറ്റ്സ് കിട്ടൂ. അങ്ങനെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർക്കാം. ബട്ടർ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ ബട്ടർ നല്ലവണ്ണം ഈ മാവിലേക്ക് മെൽട്ടായിട്ട് വരുന്നത് വരെ കുഴച്ചെടുക്കാം. അങ്ങനെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ചേർത്തതിന് ശേഷം നമുക്ക് മാവിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തടവി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഒരു കോട്ടൺ ക്ലോത്ത് വെച്ച് കവർ ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. അങ്ങനെ 1 മണിക്കൂർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്കൊന്നും കൂടി ഈ ബൗളിൽ നിന്ന് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് പുറത്തോട്ടെടുക്കാം. പുറത്തോട്ടെടുത്തതിന് ശേഷം കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് മാവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രൂപത്തിൽ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ബൗളിൻ്റെ രൂപത്തിലാക്കിയെടുക്കാം. ഒരു മീഡിയം സൈസ് ബൗളിൻ്റെ രൂപത്തിലാണ് ആക്കിയെടുക്കേണ്ടത്. അങ്ങനെ ഞാനിവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മുകളിൽ കോട്ടൺ ക്ലോത്ത് വെച്ച് കവർ ചെയ്തിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്. അങ്ങനെ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ആക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഷേപ്പിൽ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ബോട്ടിലിൻ്റെ ക്യാപ്പ് ഉണ്ടാവില്ലേ, ഈ സ്പ്രൈറ്റിൻ്റെ 7-അപ്പിൻ്റെ എല്ലാം ചെറിയ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഉണ്ടാവും. ആ ക്യാപ്പ് ഈ സെൻറ്ററിൽ വെച്ചിട്ട് നമുക്കൊരു ഹോൾ ഉണ്ടാക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ എല്ലാം നമുക്ക് ആക്കിയെടുക്കാം.
അങ്ങനെ ഇവിടെ എല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതൊരു 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ്സിന് ശേഷം നമുക്കിത് ഓപ്പൺ ആക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചെറിയ തീയിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. കാരണം ഇതിൻ്റെ ഉള്ളെല്ലാം നല്ലവണ്ണം വേവേണ്ടതാണ്. അപ്പോൾ ചെറിയ തീയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളറാണ് വേണ്ടത്. ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് വേണ്ടത്. അങ്ങനെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാ ഡോണറ്റ്സും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 100 ഗ്രാം ചോക്ലേറ്റിൽ 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്തിട്ടാണ് മെൽറ്റ് ചെയ്യാൻ വെച്ചത്. അപ്പോൾ ഇവിടെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് നല്ല രൂപത്തിൽ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഡോണറ്റ് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു രൂപത്തിലാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാ ഡോണറ്റ്സും ഇതുപോലെയാണ് ഡിപ്പ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഇവിടെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. എൻ്റെ മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഫാമിലീസുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടിപൊളി വെറൈറ്റി റെസിപ്പീസുമായിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.